ഓണപ്പരീക്ഷ, കൊല്ലപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, നീറ്റ് പരീക്ഷ, സെറ്റ് പരീക്ഷ, പിന്നെ PSC പരീക്ഷ, UPSC പരീക്ഷ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഏഷ്യാനെറ്റും ജിയോ ഹോട്ട്സ്റ്റാറും കൂടി ചേർന്ന് ഒരുക്കുന്ന പുതിയൊരു പരീക്ഷയാണ് അഗ്നിപരീക്ഷ. അപ്പോൾ ഈ അഗ്നിപരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ബിഗ് ബോസ് സീസൺ 8ൻ്റെ വേദിയിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി പറ്റും. അതായത് സാധാരണക്കാരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് ബിഗ് ബോസ് 8ലേക്ക് വിടാനുള്ള, ഒന്നോ രണ്ടോ ആളുകളെ വിടാനുള്ള ഒരു പരീക്ഷയാണ് അഗ്നിപരീക്ഷ എന്നുള്ളത്. ബിഗ് ബോസ് സീസൺ 8 ഇപ്പോൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് സാധാരണ ഡയറക്റ്റ് എവിടുന്നെങ്കിലും അവിടെ നിന്നൊക്കെ പിടിച്ചിട്ടുള്ള ഒരാളെ പിടിച്ച് ബിഗ് ബോസിലേക്ക് വിടലാണ്. അതായത് കോമണറെ വിടുകയാണ് സാധാരണ ചെയ്യൽ. പക്ഷേ അതിന് പകരമായിട്ട് ഇപ്പം കാണുന്ന ആളുകൾക്കൊരു പരിചിതമാകാൻ വേണ്ടി, മുഖം പരിചിതമാകാൻ വേണ്ടിയിട്ടും പിന്നെ കഴിവുള്ളവരാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു പരീക്ഷയാണ് അഗ്നിപരീക്ഷ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിൽ വരുന്നവർക്കൊരു നിലപാട് വേണം എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു പറച്ചിൽ. അതായത് നിലപാടുകളുടെ രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരി എന്നിവരെയാണ് നമ്മൾ ബിഗ് ബോസിലൂടെ കാണാറുള്ളത്. അപ്പം ഈ അഗ്നിപരീക്ഷയുടെ ജഡ്ജസ് ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രഞ്ജിനി ഹരിദാസ്, റിയ സലീം, നമ്മുടെ അഖിൽ മാരാർ. അപ്പോൾ ഞാൻ ഈ നിലപാടിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റിയൽ ലൈഫിൽ നിലപാടുകളുടെ രാജകുമാരനാണ് നമ്മുടെ അഖിൽ മാരാർ. കാരണം ഇന്ന് പറഞ്ഞ നിലപാടായിരിക്കില്ല, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ കാര്യമായിരിക്കില്ല 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഇതിൻ്റെ ജഡ്ജസായിട്ട് ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും കൊള്ളാം, നല്ല ജഡ്ജാണ്. ബാക്കി രഞ്ജിനി ഹരിദാസും റിയ സലീമും പൊളിക്കും. പിന്നെ ഈ പറയുന്ന അഖിൽ മാരാർ ബിഗ് ബോസിൽ സൂപ്പറായിരുന്നു കേട്ടോ, അതിൽ നമ്മൾ ഒരു തർക്കമില്ല. പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പം നിലപാടുകളുടെ കാര്യത്തിൽ നമ്മുടെ അഖിൽ മാരാർ അറിയാലോ. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 15-ാം തീയതി കോമണേഴ്സിനുള്ള ഈ പറയുന്ന അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ അഗ്നിപരീക്ഷേൻ്റെ കുറച്ച് പ്രൊമോ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രൊമോയിലും കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ട്. കാരണം കോമണേഴ്സ് ആകുമ്പം ശരിക്കും ഒരു കോമണേഴ്സിനെ മാത്രം കയറ്റിവിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിലും കുറച്ച് സോഷ്യൽ മീഡിയ എന്നുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നാണ് പ്രൊമോയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും നമുക്ക് ഓഗസ്റ്റ് 15-ാം തീയതി വരെ കാത്തിരിക്കാം ആരൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാം കൂടിയുള്ള ബിഗ് ബോസ് സീസൺ 8ലേക്ക് കടത്തിവിടും. അവിടെ വെച്ച് ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ആരെ ബിഗ് ബോസ് ആക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും അഗ്നിപരീക്ഷ വരാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നിലപാടിൻ്റെ രാജകുമാരനായിട്ടുള്ള അഖിൽ മാരാറേയും പിന്നെ രഞ്ജിനി ഹരിദാസിനെയും നമ്മുടെ റിയ സലീമിൻ്റെ പഴയ ആ ഒരു പവറും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതായാലും ഓഗസ്റ്റ് 15-ന് അഗ്നിപരീക്ഷ.